നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റിന് വലിയ മഹത്വമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുമ്പോഴും ചൊല്ലാം. പക്ഷെ ആ ദിക്ർ ഒഴിവാക്കരുത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണത്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. 110 ദിക്റില്ലേ? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതും കൂട്ടുമ്പോ 100ആയി. പിന്നൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൊത്തം 110 ആയി. ഒരു 110 ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാൻ ചുരുങ്ങിയ സമയം മതി. പക്ഷേ ചൊല്ലുന്ന ആളുകൾ തൗഫീഖുള്ളവർ കുറവാണ്. ഇപ്പൊ ഞാൻ വരുമ്പോ മഗ്രിബ് നിസ്കാരത്തിനൊരു പള്ളിയിൽ കൂടി, സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ 100-500 ആളുകളുണ്ട്. വലിയ പള്ളിയാണ്. പക്ഷേ ദിക്ർ ചൊല്ലാൻ 50-ൽ താഴെ ആളേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. പോകുമ്പോ ദിക്ർ ചൊല്ലാൻ മറക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. തിരക്കുള്ള ആളുകൾക്ക് പോകാൻ അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ വിടരുത്. ദിക്റങ്ങനെ നാവ് കൊണ്ട് ചൊല്ലണം. എണീറ്റ് പോകുമ്പോഴും ചൊല്ലിയാലും സുന്നത്ത് കിട്ടും. ഇരുന്ന് തന്നെ ചൊല്ലിയാൽ വളരെ വലിയ മഹത്വമാണ്. നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഇരുന്ന് ചൊല്ലുന്നതിന് പ്രത്യേകത കൂടുതലുണ്ട്. അങ്ങനെ ഇരുന്ന് ചൊല്ലിയ പതിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്.